പഠിക്കാനുള്ള തീരുമാനം ഞാൻ പലതവണ എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഭയം കൊണ്ടാണോ ഇനി നാട്ടുകാരുടെ ഭയം കൊണ്ടാണോ എന്നറിയില്ല, അതൊരു 5 ദിവസത്തിന്റെ മുകളിലോട്ട് പോകാറില്ല. ഞാൻ വീണ്ടും പഴയ പടി തന്നെ, വീണ്ടും എൻ്റെ പഴയ ഉഴപ്പിലേക്ക് തന്നെ. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇതിന് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവൻ കാണുക. ക്ലിയർ അല്ലേ? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യരാരും പെട്ടെന്നൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ഫയറോ ഒരു ചൂടോ വന്നാൽ അലിഞ്ഞു പോകുന്ന ഒരു മഞ്ഞ് കട്ടകളൊന്നും അല്ല. നമ്മൾ ആരൊക്കെയോ ചേർന്ന് കൊത്തിയെടുത്ത നല്ല ഉറപ്പുള്ള ശില്പങ്ങളാ. നമുക്ക് എല്ലാവർക്കും പല ഷേപ്പാ. നമ്മളെ ആരാ കൊത്തിയെടുത്തേ? നമ്മുടെ ചുറ്റുപാട് അല്ലേ? നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൊത്തിയെടുത്ത് ഈ ശില്പത്തെ മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ കയറി കൊത്തണം. ഏതാ ഫൗണ്ടേഷൻ? നമ്മുടെ ഹാബിറ്റ്സ്, നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? സോ അതിന് നിങ്ങളെ ഈ 21 ഡേയ്സ് ചലഞ്ച് നിങ്ങളെ സഹായിക്കും. ഇതിൽ വെറും 5 കാര്യങ്ങളുള്ളൂ, ചെറിയ 5 കാര്യങ്ങൾ. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ റെഡി ആണെങ്കിൽ ലൈക്ക് ഇട്. നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം ഒന്നുമില്ല, നല്ല ക്വാളിറ്റി സ്ലീപ്പ് വേണം. സ്ലീപ്പ് ഇല്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങളുടെ വീട്ടിൽ സ്കൂട്ടറും അതുപോലെ തന്നെ കാറൊക്കെ ഉണ്ടാവില്ലേ, അത് കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ അത് നന്നായി പെർഫോം ചെയ്യോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തിച്ചിട്ട് കൃത്യമായി ഉറങ്ങി അതിനൊന്ന് സർവീസ് ചെയ്താൽ മാത്രമേ പിറ്റേ ദിവസം വീണ്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഈ ചലഞ്ച് എന്നാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അന്ന് മുതൽ നിങ്ങൾ കൃത്യമായൊരു സമയത്ത് ഉറങ്ങണം, കൃത്യമായൊരു സമയത്ത് എഴുന്നേക്കണം. അതിൽ മാറ്റം പാടില്ല. അതേപോലെ തന്നെ ഈ ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള പോയിന്റ് ആണ്, ഉറങ്ങുന്നതിന് 30 മിനിറ്റ് ഉള്ളിലുള്ള സമയവും അതുപോലെ തന്നെ എഴുന്നേറ്റതിന് 30 മിനിറ്റ് ഉള്ളിലുള്ള ആ സമയത്തും നിങ്ങൾ സ്ക്രീൻ ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, ഗെയിം കളിക്കരുത്. എന്ത് ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിലും ഈ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ചെയ്ത് തീർക്കുക, എഴുന്നേറ്റിന് അരമണിക്കൂർ ശേഷം മാത്രം ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് ഒന്നുമില്ല. നമ്മൾ മോർണിംഗ് എഴുന്നേറ്റാ ഈ മോർണിംഗിനെ അങ്ങ് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഒരു ദിവസത്തിന്റെ തുടക്കമാണ് മോർണിംഗ് പോയാൽ എല്ലാം പോയി. ക്ലിയർ? അപ്പൊ എന്താ ചെയ്യാ മോർണിംഗ് നിങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങൾ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. സർ എങ്ങനെ ചെയ്യും മെഡിറ്റേഷൻ? യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്, എടുത്ത് നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ണടയ്ക്കുക. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻജക്ട് ചെയ്യണം. ചേട്ടാ എന്ത് കാര്യങ്ങൾ? ഒന്നുമില്ല. നിങ്ങൾ സ്വയം പറയണം. എന്ത്? നീ സൂപ്പറാടാ, നീ ഇനി അങ്ങോട്ടേക്ക് സൂപ്പറാണ്, നീ എന്ത് ചെയ്യാൻ പോവാണ്? നിന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ പൊളിയായിരിക്കും, ഇന്നത്തെ ദിവസം എന്റെ പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഇത്ര നാളത്തെ പോലും അല്ല, ഇന്നത്തെ ഓരോ ദിവസത്തിലും ഞാൻ സമയം വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കും, എന്റെ ലക്ഷ്യങ്ങളിലേക്ക് പോകും, എന്റെ വീട്ടുകാരെ ഒക്കെ ഞാൻ പ്രൗഡാക്കും, ടീച്ചേഴ്സിനൊക്കെ അഭിമാനമായിട്ട് ഞാൻ മാറും. ഇങ്ങനെ കുറെ സ്വയം പ്രതിജ്ഞകൾ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണാടി നോക്കിക്കൊണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് സ്വയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. ഇതൊരു 5 മിനിറ്റും കൂടി ചെയ്യുക. ഇനി എന്താ മൂന്നാമത്തെ പോയിന്റ്? അതിലൊന്നുമില്ല. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഒരു റിയലിസ്റ്റിക് ടൈം ടേബിൾ ഫോളോ ചെയ്യുക. എന്താ സർ റിയലിസ്റ്റിക് ടൈം ടേബിൾ? ഒന്നുമില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഫീൽ ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. തുടക്കത്തിൽ അത് കൊടുക്ക്. തൽക്കാലം എന്ത് ചെയ്? ചെറിയ രീതിയിലുള്ള സ്റ്റഡി ടൈം ഉൾപ്പെടുത്തിയിട്ടാണെങ്കിലും ഒരു തുടക്കത്തിൽ ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഇന്ന ടൈം ടേബിൾ ഇന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും, 2 മണിക്കൂർ മിനിമം ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും പഠിക്കാം, 2 മണിക്കൂറെങ്കിലും സ്റ്റഡി ടൈം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ആ ടൈം ടേബിളിൽ. അതും ആ 2 മണിക്കൂർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷനും, സീറോ ഡിസ്ട്രാക്ഷൻ ആയിരിക്കണം. സീറോ ഡിസ്ട്രാക്ഷൻ മീൻസ് 100% ഫോക്കസ് ഇതിലായിരിക്കണം. വേറെ ഗെയിമോ അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ചലഞ്ചിൽ നിങ്ങൾ തോക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താ? നമ്മുടെയൊക്കെ വിശ്വാസം എന്താ? നമുക്ക് മൂഡ് വരുന്ന കാര്യങ്ങൾ ചെയ്യും. പാട്ട് കേൾക്കാൻ മൂഡ് വന്നാൽ പാട്ട് കേൾക്കും, ഗെയിം കളിക്കാൻ മൂഡ് വന്നാൽ ഗെയിം കളിക്കും, സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റേ പോയി സ്ക്രോളാൻ തോന്നിയാൽ സ്ക്രോളിക്കൊണ്ടങ്ങിരിക്കും അല്ലേ? സോ ഇതിന് നമ്മൾ ബ്രെയിനിന് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ പോവാണ്. മനസ്സിനോട് പറയാണ്. അപ്പൊ മനസ്സ് പറയാണ്, ഇപ്പം നിനക്ക് കിടക്കാനുള്ള മൂടാ, പോയി കിടക്ക്. അങ്ങനെ മനസ്സ് പറയുമ്പോൾ നീ എന്ത് ചെയ്യണം? ആ സമയത്ത് ഒരു 30 മിനിറ്റ്സ് പഠിക്കണം. എന്താ ചലഞ്ച്? ഒരു ദിവസത്തിൽ പഠിക്കാൻ മൂടില്ലാത്ത ഒരു സമയത്ത് 30 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ 21 ഡേയ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിന് കൃത്യമായ മെസ്സേജ് കൊടുക്കുകയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് മൂടില്ലെങ്കിലും എത്ര സമയമില്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കും. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ഇൻജക്ട് ചെയ്യുകയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നിങ്ങൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫോണിൽ കളിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് പഠിച്ച കാര്യങ്ങൾ, ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പഠിച്ചത്, എജുപോർട്ട് എന്ന് പഠിച്ചത് എന്തും ആയിക്കോട്ടെ, കണ്ണടച്ചുകൊണ്ട് ഓർക്കാൻ ശ്രമിക്കുക.
ഓക്കെ, ചിലതൊന്നും ഓർമ്മ വരില്ലടാ, അത് അങ്ങനെ തന്നെ. അത് ചില സമയത്തൊക്കെ എല്ലാം അങ്ങ് പെട്ടെന്ന് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഓർമ്മ വരണം ഞാൻ നടക്കില്ല. പക്ഷേ ഗ്രാജുവലി നിങ്ങളുടെ മെമ്മറി പവർ കൂടിക്കൊണ്ടിരിക്കും. ഇത് എന്റെ വാക്കാ, ക്ലിയർ അല്ലേ? അത് ഭയങ്കര പവർഫുൾ ടെക്നിക്കാണ്. ഇതും ഫോളോ ചെയ്യുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ 21 ദിവസം ഫോളോ ചെയ്യണം. സോ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ധൈര്യമുള്ള എന്റെ എല്ലാ മക്കളും കമന്റ്സിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കൊടുക്കുക. ശേഷം ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്താലും അതേ കമന്റിന്റെ അടിയിൽ റീപ്ലൈ ആയിട്ട് ഡേ 1 ടിക്ക് മാർക്ക്, ഡേ 2 ടിക്ക് മാർക്ക്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്താൽ പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും കമന്റ് ചെയ്തത് ഡേ 1 എന്നായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഗൈസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളെന്ന ശില്പത്തെ കൊത്തി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പുതിയൊരു പോസിറ്റീവ് ശില്പമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. സോ ആരാണ് കമന്റ് സെക്ഷനിൽ ആദ്യം ഡേ 21 കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.